റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ ഉപരാഷ്ട്രപതിയെ വിലക്കിയ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ജി സുകുമാരൻ നായർ അനുമതി നൽകിയില്ല. നാളെ കോട്ടയത്തെത്തുന്ന ഉപരാഷ്ട്രപതി രാവിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലാണ് ആദ്യം ഷെഡ്യൂൾ ക്രമീകരിച്ചത്. എന്നാൽ അനുമതി നിഷേധിച്ചതോടെ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനമായി. പുഷ്പാർച്ചന ഉൾപ്പെടുത്തി ആദ്യം പുറത്തിറക്കിയ പ്രോഗ്രാം ഷെഡ്യൂളാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. റിപ്പോർട്ടർ സ്പെഷ്യൽ സ്റ്റോറീസ് ഹെഡ് അനിൽ ഇമാനുവൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനിൽ, ഇത് പെരുന്നെ അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമല്ല. ഇവിടെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഉപരാഷ്ട്രപതിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് പെരുന്ന സ്വീകരിക്കുന്നു. തൊട്ടടുത്താണ് SB കോളേജ്. SB കോളേജുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ചടങ്ങ് കൂടി പങ്കെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ അതിനിടയിൽ എവിടെയാണ് ഈ ആശയ കുഴപ്പമുണ്ടായത്? മാധു, ചങ്ങനാശ്ശേരി SB കോളേജിലെ പരിപാടിക്ക് തന്നെയാണ് ഉപരാഷ്ട്രപതി CP നാരായണൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയും അതനുസരിച്ച് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ്, അതായത് ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹത്തിന് മന്ന സമാധി സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്താനുള്ള ആലോചന കൂടി ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കാണിച്ചുകൊണ്ട് പുതിയ പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഇതനുസരിച്ച് പിന്നീട് ഉപരാഷ്ട്രപതിയുടെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി NSSനെ ബന്ധപ്പെടുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തിൽ അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് NSS നിലപാടെടുക്കുന്നത്. എന്തു തന്നെയായാലും അങ്ങനെ മുൻകൂർ അനുമതി വാങ്ങാതെ ഇങ്ങനൊരു സന്ദർശനം നടക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നിലപാടെടുത്തതാണ് ഏറ്റവും നിർണായകമായത്. ഈ കടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ കൂടുതൽ NSSുമായി ഇടയാനോ മറ്റ് പ്രശ്നങ്ങൾക്കോ ഉപരാഷ്ട്രപതി ഓഫീസ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഈ പ്രോഗ്രാം ഒഴിവാക്കിക്കൊണ്ട്, അതായത് മന്ന സമാധിയിലെ പുഷ്പാർച്ചന ഒഴിവാക്കിക്കൊണ്ടുള്ള ഷെഡ്യൂൾ വൈകാതെ പുറത്തിറങ്ങും. നാളെ വൈകിട്ട് 2:55 ഉപരാഷ്ട്രപതി NSSന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നത്. NSSന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങുമ്പോൾ അവിടെ തന്നെ തൊട്ടടുത്തുള്ള 2:55 ഇറങ്ങുമ്പോൾ 3 മണിക്ക് മന്ന സമാധിയിൽ പുഷ്പാർച്ചന, 3:05 അവിടെ നിന്ന് നീങ്ങി SB കോളേജിലെ പരിപാടിക്ക് എത്തുന്നു. ഇങ്ങനെയാണ് ക്രമീകരണം ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ NSSന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങുമ്പോൾ അവിടെ തന്നെയുള്ള മന്ന സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ മുൻകൂർ അനുമതിയുടെ ഔപചാരികതയുണ്ട് എന്ന് മനസ്സിലാക്കി കാണില്ല എന്ന് വേണം വിചാരിക്കാൻ. എന്തു തന്നെയായാലും വിട്ടുവീഴ്ചയ്ക്കില്ല NSS നേതൃത്വം. നമുക്കറിയാം, മുൻപ് തന്നെ ഇതുപോലെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ പ്രധാനമന്ത്രി 1996-ൽ NSS സന്ദർശിച്ചപ്പോൾ അവിടെ നടന്നൊരു പരിപാടിക്ക് ശേഷം അദ്ദേഹം മന്ന സമാധിയിൽ പുഷ്പാർച്ചന നടത്താനെത്തിയപ്പോൾ ഉണ്ടായ വിവാദം നമുക്ക് മറക്കാറായിട്ടില്ല. PV നരസിംഹറാവു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. അദ്ദേഹത്തിനൊപ്പം വന്ന അംഗരക്ഷകർ ബൂട്ടിട്ട് അവിടെ കയറി, മന്ന സമാധിയിൽ കയറി എന്നത് NSSനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന തരത്തിൽ അവർ പ്രതികരിക്കുകയും പിന്നീട് രാഷ്ട്രീയമായി വലിയ കോലാഹലമെല്ലാം ഉണ്ടാക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക ദൂതന്മാരെ അയച്ചു തന്നെ NSSനെ സമവായത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കടുത്ത നിലപാടാണ് ഇത്തവണയും രാജ്യത്തിന്റെ രണ്ടാം പൗരനോട് NSS സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മാധു, നേരത്തെ നമ്മൾ ഈ വിഷയം ബ്രേക്ക് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഇതും ചരിത്രമാകും. 96-ലെ കാര്യം നമ്മളിപ്പോൾ ഈ ചരിത്രമായി ഈ 2026-ൽ നമ്മളിത് പറയുമ്പോൾ ഇതും വരും കാലങ്ങളിൽ രാജ്യത്തിന് ഓർത്തു വെക്കേണ്ടി വരുന്ന തരത്തിലൊരു ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽ ഇമാനുവൽ, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനോട് സ്വാഭാവികമായും പെരുന്നയ്ക്ക് താല്പര്യമുണ്ടാകില്ല. കാരണം അറിയാത്തൊരു കാര്യമാണ്. അത്തരത്തിലുള്ള അനുമതി നേടിയിട്ടില്ല. വൈസ് പ്രസിഡന്റ് ഓഫീസോ മറ്റോ ബന്ധപ്പെട്ടിട്ടില്ല. പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. സ്വാഭാവികമായും ഈ ഷെഡ്യൂൾ റിവൈസ് ചെയ്യുന്നതിന് മുൻപ് ചില ചർച്ചകൾ നടന്നിട്ടുണ്ടാകുമല്ലോ, അല്ലേ? ഒന്നും പക്ഷേ ഫലത്തിലേക്ക് എത്തിയില്ല. അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് ഫലത്തിലെത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനി അധിക സമയമില്ല. ഈ പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ തയ്യാറാക്കിയ ഷെഡ്യൂളിൽ ഇത് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇന്ന് കൂട്ടിച്ചേർത്തതാണ്. അതിനി വീണ്ടും ഒഴിവാക്കേണ്ട സാഹചര്യമാണ്. ഇനി ഇതിന് മേൽ അധികം ചർച്ചകൾക്കുള്ള സമയമില്ല. കാരണം ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ തിടുക്കത്തിൽ തീരുമാനിക്കാവുന്ന ഒന്നല്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒട്ടേറെ നടത്തേണ്ടതുണ്ട്. അത് സമയക്രമം പാലിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. NSSുമായി ഒരു സമവായത്തിൽ തന്നെ പോകാൻ അല്ലെങ്കിൽ വിവാദത്തിന് ഇടയാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടിന് ഉപരാഷ്ട്രപതിയുടെ ഓഫീസും തയ്യാറാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. തീരുമാനം ഉറച്ചത് തന്നെ NSS ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാരണം ഇത് തന്നെയാണ്. മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വാസ്തവം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതിൽ ക്ലാരിഫിക്കേഷൻ ഇനി ഉണ്ടാകേണ്ടത് ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നാണ്. ശരി, തയ്യാറെടുപ്പുകളും സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പോലീസിൽ നിന്നുണ്ടാകുമ്പോഴാണ് NSS ആസ്ഥാനം ഇക്കാര്യം അറിയുന്നത്. തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അനുമതി ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് പെരുന്ന സ്വീകരിക്കുകയും ചെയ്തത്. റിപ്പോർട്ടർ സ്പെഷ്യൽ സ്റ്റോറീസ് ഹെഡ് അനിൽ ഇമാനുവലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.